പുല്ലൂരിൻ്റെ പുണ്യമാണ് ആന്റണി ഇഞ്ചക്കൽ ബ്രദർ. 4 പതിറ്റാണ്ടുകളായി വൈദ്യശാസ്ത്രത്തിലെ പുസ്തകത്താളുകൾക്കപ്പുറം ദൈവം നൽകിയ സ്വതസിദ്ധമായ ജ്ഞാനവും കഴിവുകളും ഉപയോഗിച്ച് അനേകരുടെ രോഗങ്ങൾക്ക് സൗഖ്യമേകുന്ന ഇഞ്ചക്കൽ ബ്രദറിൻ്റെ ജീവിതം തുറന്നു വെക്കുകയാണ് വർണ്ണക്കൂട്ടുകളുടെ 13ാം എപ്പിസോഡിൽ. പ്രകൃതിയിൽ നിന്നും ശേഖരിക്കുന്ന പച്ചമരുന്നുകളുടെ പൊടിക്കൂട്ടുകൾ തൻ്റെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് അനേകർക്ക് സൗഖ്യം നൽകുന്ന ഔഷധമായി ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. വിഷചികിത്സ, മൈഗ്രെയിൻ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾ ഉൾപ്പെടെ അനേകം അസുഖങ്ങൾക്ക് ചികിത്സ നൽകുന്ന ആന്റണി ബ്രദറുടെ ജീവിതകഥ ഇങ്ങനെയാണ്. ഞാൻ ബ്രദർ ആന്റണി ഇഞ്ചക്കൽ, ദേവമാതാ പ്രൊവിൻസിലെ പുല്ലൂർ ആശ്രമത്തിലെ അംഗമാണ്. 1965-66 കാലങ്ങളിലാണ് ആദ്യവ്രതം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്രദേഴ്സിന് പൂനമാവിൽ 2 വർഷത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രൊവിൻഷ്യാലിറ്റിയിൽ തന്ന അപ്പോയിൻമെൻ്റാണ് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയാക്കിയത്. വിഷചികിത്സ ചെയ്യുന്ന തലൂർ ആശ്രമത്തിലായിരുന്നു. അവിടെ അന്ന് നല്ല രീതിയിൽ വിഷചികിത്സ നടന്നിരുന്ന സ്ഥലമാണ്. ഡെയിലി 6-8 പേരെങ്കിലും പാമ്പ് കടിച്ചു വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പൊതുവെ അന്ന് ഇത്രയും സൗകര്യമുള്ള രീതിയിലുള്ള ചികിത്സകൾ അന്നുണ്ടായിരുന്നില്ല. ആയുർവേദ ലെവലിൽ തന്നെ നന്നായിട്ട് നടന്നിരുന്നത്. ആ സാഹചര്യത്തിൽ എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് 69-ലാണ് അവിടെ വരുന്നത്. അതിനുശേഷം 4-4.5 വർഷക്കാലം അവിടെ ഞങ്ങൾ അവിടെ ജോലി ചെയ്തു. എൻ്റെ ഗുരുവിൻ്റെ കീഴിൽ എനിക്ക് ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ പലരുണ്ട്. എന്നിരുന്നാലും എന്നെ ഏൽപ്പിച്ച ഗുരു ഞാൻ ചെന്ന് 1-1.5 വർഷത്തിന് ശേഷം ആള് സഭ വേണ്ടാന്ന് വെച്ച് പോയതുകൊണ്ട് ആദ്യ നാളുകളിലുള്ള എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുക്കാതിരുന്നൊരു ജോലിയായതുകൊണ്ട് സഭയിൽ നിന്ന് എനിക്ക് തന്നതിന് അത് ആത്മാർത്ഥതയോടെ സ്വീകരിച്ചു. വേണ്ട എന്ന് പറഞ്ഞ ഒരവസരം ഉണ്ടായിരുന്നു എനിക്ക്. ആ പറയുന്ന ദിവസം വരെ ആത്മാർത്ഥതയോടെ അതിന് കൊണ്ടു നടന്നു. അതിൽ നിന്ന് കിട്ടിയ കൊച്ചു കൊച്ചു അറിവുകൾ പങ്കുവയ്ക്കാനുള്ള സാഹചര്യങ്ങൾ സഭാ സമൂഹത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി, എനിക്ക് തന്നു. ഞാനത് പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും മറ്റുള്ളവർ അതിനെ സ്വീകരിച്ച ഒരു നല്ല അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സന്തോഷമുള്ളതാക്കിയത്. കാരണം വലിയ ഔദ്യോഗികതയോ അല്ലെങ്കിൽ കുറേ ശാസ്ത്രീയമായ വശങ്ങളെ കേന്ദ്രീകരിച്ചോ ഒന്നും ഇല്ലെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, അതായത് നമ്മെ സാധാരണ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള ചികിത്സാ രീതി, അത് ചെറിയ മരുന്നുകളും വാക്കുകൊണ്ടും ഉണ്ടാകാം കുറച്ചൊക്കെ. പക്ഷേ അതിന് തമ്പുരാൻ തന്ന നല്ല ഫലം അനുഭവിക്കുന്നവർ ഇന്നും ആത്മാർത്ഥതയോട് പറയുന്നത് കേൾക്കാൻ സന്തോഷമുണ്ട്.
ഞങ്ങളിവിടെ പുറത്ത് പിള്ളേരെ ജലദോഷത്തിനായിട്ട് പുറത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ 2 ദിവസം മരുന്ന് കഴിക്കും, കുറയും, പിന്നെയും വരും. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് ആദ്യം ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരം ഇപ്പോൾ എല്ലാവർക്കും വന്നു. അപ്പനും ജലദോഷമായിട്ട് വന്നു. ഇപ്പോൾ അതിൽ മാറ്റമുണ്ട്. അച്ഛൻ്റെ ഇത് സിസ്റ്റം വേറെ ഒന്നുമില്ല. കാലത്ത് വൈകിട്ട് 2 നേരം പച്ചവെള്ളത്തിൽ കുളിക്കുക എന്ന് പറയും. പിന്നെ ആൾ പറയണ ആയുർവേദ മരുന്നുകൾ കറക്റ്റ് യൂസ് ചെയ്യുക, അങ്ങനെ പോണ്. ഇപ്പോൾ ജലദോഷം ഇതൊക്കെ പറയുമ്പോൾ അച്ഛൻ നെറുകയിൽ ഒരു പച്ചമരുന്ന് തരും. അത് കാലത്ത് രാവിലെ പരമാവധി വരാൻ പറയും. അത് ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യും. അതുകൊണ്ട് തരണ മരുന്ന് കഴിക്കുക. വലിയ സുവിശേഷ പ്രസംഗമൊന്നും എനിക്കറിയില്ലെങ്കിലും കൊടുക്കുന്നവന് ആത്മാർത്ഥതയോടെ കൊടുത്തവന് ആത്മാർത്ഥതയോട് സ്വീകരിച്ചവനോ അതിന് 100% ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു നല്ല പാരമ്പര്യം ചെറുതായിട്ടെങ്കിലും എനിക്കുണ്ടാകുന്നതിന് ഇടയുണ്ടായിട്ടുണ്ട്. ഏതായാലും എനിക്കിത് ലഭിച്ചത് എൻ്റെ സഭാംഗങ്ങളിൽ നിന്ന് മാത്രമാണ്. എൻ്റെ ശിവമായി സഭ തന്നെയാണ് അതിന്. എൻ്റെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നോ ഒന്നും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുമില്ല, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമില്ല. പക്ഷേ സഭാ സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ആ കാര്യങ്ങളെ ചെറുതായിട്ടെങ്കിലും എൻ്റെ കഴിവിനനുസരിച്ച് മുഴുവനാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യ നാളുകളിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് ചിലപ്പോൾ നടന്നിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് കഴിയുന്ന രീതിയിൽ അതിനെ ആക്കിയെടുക്കാൻ കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്നറിയുമ്പോൾ മറ്റുള്ളവരതിനെ സ്വീകരിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട്. അല്ലാതെ ഇതേവരെ കാശിനോ പണത്തിനോ വേണ്ടിയിട്ട് ഈ ജോലി ഞാൻ ചെയ്തിട്ടില്ല, എന്നോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നാൽ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കാര്യം നടത്തി പോകുമ്പോൾ അവരെന്തെങ്കിലും തന്നിട്ട് പോകുന്ന രീതിയുണ്ട്. എന്തായാലും ആവട്ടെ, അങ്ങനെ കാശിനെ പ്രതീക്ഷിച്ചിട്ട് ഞാനിത് ഇന്ന് വരെ ചെയ്തിട്ടുമില്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അച്ഛൻ്റെ ചികിത്സയിൽ ഞങ്ങളുടെ ഫാമിലി മുഴുവൻ അച്ഛൻ്റെ ചികിത്സയിലാണ്. നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് അച്ഛൻ്റെ. ആളൊരു രസികനാണ് അച്ഛനെ, ബ്രദറെ. അവിടെ നാച്ചിട്ടാമി എന്ന് പറയാം. എനിക്ക് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈമ ചൊറിച്ചിൽ വന്നുണ്ട്. അപ്പം ഞാൻ പല ഡോക്ടേഴ്സിനും കാണിച്ചിട്ട് പറ്റാണ്ട് ഈ അച്ഛനെ കണ്ട് അച്ഛൻ 2-3 പ്രാവശ്യം ചികിത്സ കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പറഞ്ഞു സോപ്പ് ഉപയോഗിക്കുന്നു. സോപ്പ് നിർത്തിയപ്പോൾ ഈ കംപ്ലീറ്റ് ആ ചൊറിച്ചിലും കടിയൊക്കെ നിന്നു. അത് ഭയങ്കര അനുഗ്രഹമാണ്. അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് സന്തോഷത്തോടെ പറയാനുണ്ട്. ഏതായാലും കൊച്ചു മരുന്നുകൾ ആദ്യ നാളുകളിൽ പാമ്പ് കടിച്ചതിന് നന്നായിട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും വെച്ചിട്ട് ഞാൻ അതിന് കുറച്ച് കുറവ് വരുത്തി വെച്ചിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് നിയമങ്ങളനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിന് ബുദ്ധിമുട്ടുകളുണ്ട്. രജിസ്ട്രേഷനും മറ്റുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാരമ്പര്യ വിഷവൈദ്യൻ എന്നുള്ള രീതി മാത്രമേ എനിക്കുള്ളൂ. ആ ഒരു രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, പാമ്പ് കടിച്ച കേസുകളാകുമ്പോൾ ചിലതൊക്കെ നല്ലത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇതൊന്നും മനുഷ്യന് സ്വീകരിച്ചോളണമെന്നില്ല. പക്ഷേ അതിനുള്ള ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത്തരത്തിലേക്കുള്ള ചികിത്സ അധികം ചെയ്യാറില്ല. ഞാൻ അങ്ങനെയുള്ളവരെ ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കില്ല. പിന്നെ സാധാരണപ്പടി ഞാൻ ചെയ്യുന്നത് ചെറിയ പച്ചമരുന്നുകൾ, അധികം പച്ചമരുന്നുകൾ വഴിയാണ് ഞാൻ അധികം എനിക്ക് ചെയ്യാനിട കിട്ടുന്നത്. പ്രത്യേകിച്ച് ടോൺസിലൈറ്റിസ്, കഫത്തിൻ്റെ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ മൈഗ്രെയിനോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് അവയെല്ലാം. അതിനൊക്കെ ഞാൻ കൊടുക്കുന്ന മരുന്ന് നല്ല ഫലം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രത്യേകതയോടെ ഉണ്ട്. സാധാരണ കിഡ്നി സ്റ്റോണിന് ഞാൻ കൊടുക്കുന്ന മരുന്ന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ്. അത് കൊടുക്കുന്ന മരുന്ന് ശരിക്കും
ഉണ്ടാകുന്ന കല്ലിനെ അലിയിച്ച് കളയുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അതിൻ്റെ നമ്മളുടേതായ രീതിയിൽ അത് തീർത്ത് മാറിപ്പോകുന്ന രീതി ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവറേജ് ഒരു ഡെയിലി ഒരു 50 പേരെങ്കിലും വരാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. നമുക്ക് കൊറോണ ആയിരുന്ന കാലത്ത് മാത്രം 5, 10, 15 വന്നിരുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ആവറേജ് ദിവസങ്ങളിൽ ഒരു 50 പേരെങ്കിലും ഡെയിലി വന്നു പോകുന്നവരുണ്ട്. അതിലൊരു 75% ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ കഫത്തിൻ്റെ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ആസ്തമയോ ചുമ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് മരുന്ന് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം അവരെന്നെ കാണുന്നത് ബ്രദർ എന്നുള്ള നിലയ്ക്കൊന്നുമല്ല, പുല്ലൂരത്തെ അച്ഛനായിട്ടാണ് അവരെന്നെ കാണുന്നത്. ഇത് ഈ അവസരത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ ചില രീതികളെ മനസ്സിലാക്കുമ്പോൾ ഞാനും അവരോട് എന്തെങ്കിലും നല്ല വാക്ക് പറയുന്ന അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ കൊടുക്കുന്ന നല്ല വാക്കുകൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇഫക്റ്റ് അല്ലെങ്കിൽ സൗഖ്യം അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഈ ജോലി ഇതേവരെ ഞാൻ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു പരസ്യത്തിനോ പ്രത്യേകതയ്ക്കോ ഒന്നും വേണ്ടിയിട്ട് ഞാൻ ഈ ജോലി ചെയ്തിട്ടില്ല, ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. എല്ലാ തരത്തിലും നാടിൻ്റെ വകയായിരുന്നാലും രാഷ്ട്രീയമായിട്ടായിരുന്നാലും പിന്നെ സംഘടനാപരമായിട്ടായിരുന്നാലും ശരി, പല വിധത്തിലും കുറേയൊക്കെ സ്തുതിയും പുകഴ്ചയൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമ്മാനങ്ങളും സഭയിൽ നിന്ന് തന്നെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തൃപ്തിയുള്ളൊരു കാര്യം, ചെറിയ കാര്യമാണെങ്കിലും മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുന്നു എന്ന് കിട്ടുന്ന ആ ഒരു നല്ല അവസരം, അതൊരു പ്രത്യേകതയായി ഞാൻ കാണുന്നതല്ലാതെ എൻ്റെ പേരിനും പ്രത്യേകതയ്ക്കുമായിട്ട് ഞാനിപ്പോൾ അറിയപ്പെടുന്നത് തന്നെ ബ്രദർ ആൻ്റണി എന്നുള്ള രീതിയിലല്ല. സഭാംഗങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നു, പൊതുവെ അറിയപ്പെടുന്നത് പുല്ലൂരച്ഛനാണ്. പുല്ലൂരച്ഛൻ എന്ന് പറഞ്ഞാലേ ആളുകളെ അറിയുള്ളൂ. പിന്നെ വേഷത്തിൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ആ തരത്തിലാണ് എന്നെ അറിയപ്പെടുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മനുഷ്യരെ ഈ ആപത്തിൽ സഹായിക്കുന്നവനല്ലോ ബന്ധു എന്ന് പറയുന്ന ഒരു വാചകമാണ്. ഞാനത് വളരെ താല്പര്യത്തോടെ കാക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. കാരണം നമുക്ക് വേദനിക്കുമ്പോഴേ മറ്റുള്ളവരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇല്ലേ നമ്മളെ ആരോഗ്യം സുഖമായിട്ട് നടക്കുന്ന കാലങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മളെ അടിച്ചു പിടിക്കുന്നു. പക്ഷേ എനിക്കൊരു വേദന വരുമ്പോൾ ആ നേരത്തെ എന്നെ സഹായിക്കുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു നല്ല സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മളെ കുറേയൊക്കെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വസ്തുതയെന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇതുപോലെ വേദനിച്ച് വരുന്ന ആളുകളോട് എനിക്ക് കുറേ കാശൊന്നും കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കാറുമില്ല. കാര്യം ചിലർക്കൊക്കെ മരുന്ന് വാങ്ങിക്കാൻ എന്തെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ അതൊരു വലിയ സഹായം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എന്നിരുന്നാലും ഈ അവരുടെ ബുദ്ധിമുട്ടിലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതവർ ആത്മാർത്ഥതയോടെ സ്വീകരിക്കുന്നതും അതിനനുസരിച്ചുള്ള പ്രതികരണവും ഒക്കെ ചിലപ്പോൾ ഒക്കെ നല്ല രീതിയിൽ അനുഭവിക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ല വിചാരവും ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഉള്ളിലുണ്ട്. കുറേയൊക്കെ മനുഷ്യർക്ക് കൊടുക്കും, കുറേയൊക്കെ പറയും. എന്തായാലും എൻ്റെ സഭാംഗങ്ങൾ വഴി എനിക്ക് തന്നാൽ എൻ്റെ സഭയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള തന്ന ഈ നല്ല അവസരത്തെ
എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അത് മറ്റുള്ളവർക്ക് സ്വീകാര്യമായ രീതിയിൽ കുറച്ചെങ്കിലും നൽകാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എപ്പോഴും പറയാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് പോകാനുള്ള ഒരു നല്ല അവസരം എനിക്കുള്ളത് എൻ്റെ സഭാംഗങ്ങളാണ്. സഭാംഗങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ ഞാൻ ഇതേവരെ പോയിട്ടുള്ളൂ. ആ സഹകരണം എനിക്കെന്ത് വെച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ധാരാളമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നതിന് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സപ്പോർട്ട് എപ്പോഴും ഞാൻ ചെയ്യുന്ന ജോലിയിലും നമ്മുടെ കാര്യങ്ങളിലും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. അതൊരു സന്തോഷത്തോട് പറയാനായിട്ട് ഈ അവസരം എനിക്ക് തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. പുലരും നേരം എല്ലാ ദിവസവും പുല്ലൂർ സെൻറ്റ് സേവേഴ്സ് ആശ്രമത്തിന് മുന്നിൽ രോഗികളുടെ ഒരു നീണ്ട നിരയുണ്ടാകും. മരുന്ന് കൊടുക്കുന്നതിനേക്കാളും ഉപരി ഇഞ്ചക്കൽ ബ്രദറിൻ്റെ കൈകളിലൂടെ പ്രവഹിക്കുന്ന ആർദ്രമായ കരുണയും കരുതലുമൊക്കെ അനേകരുടെ രോഗസൗഖ്യത്തിന് കാരണമാകുന്നുണ്ട്. അനേക വർഷം പുല്ലൂരിലെ സെൻറ്റ് സേവേഴ്സ് ബോർഡിങ്ങിൻ്റെ ചുമതലക്കാരനും അനേകം രോഗികൾക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്ന ആൻ്റണി ഇഞ്ചക്കൽ ബ്രദർ പകരം വയ്ക്കാനില്ലാത്ത സന്യാസ വൈദ്യനാണ്. പുണ്യം നിറഞ്ഞ ഈ കൈകളിലൂടെ ഇനിയും ഒരുപാട് പേർക്ക് സൗഖ്യം ലഭിക്കാൻ CMI ദേവമാതാ പ്രവിശ്യാംഗമായ ആൻ്റണി ഇഞ്ചക്കൽ ബ്രദറിനെ ദൈവം ഉപകരണമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ കർത്താവാണ് എൻ്റെ വഴികാട്ടി. എൻ്റെ കർത്താവ് എന്നിൽ കൂടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ ഇതിൽ ഒന്നുമില്ല. ഇപ്പോഴും എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണ വിശ്വാസത്തോട് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല.